ആകാശത്തിലൂടെ പോകുന്ന അടി ഏണി വെച്ച് മേടിക്കുക, അതാണ് പരിപാടി. ഇന്നാണ് നമ്മുടെ ഇന്റർ കോളേജ് ബോക്സിംഗ് കോമ്പറ്റീഷൻ. അങ്ങനെ ഒഫീഷ്യലായിട്ട് വെയിറ്റ് ഒക്കെ തുടങ്ങി. ഇവന്റെ വെയിറ്റിൽ ആരൊക്കെയുള്ളത് നോക്കി വെക്കലാ. ഇവനാണെങ്കിൽ രാവിലെ ഓടാൻ പോയത് ഇപ്പൊ എത്തി വെയിറ്റ് കൂടി പോയിട്ട് ഓരോരുത്തരും കൂട്ടിയിട്ട് നട്ടപ്പൊരുന്ന വെയിൽ തുടങ്ങാൻ വെച്ചിട്ടാ. എന്തൊക്കെ കഷ്ടപ്പാടാണ്. ഭാഗ്യത്തിന് എന്റെ വെയിറ്റ് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവൻ 5 മണിക്ക് വീട്ടിൽ നിന്ന് വിട്ടത്. ഇനി പോയിട്ട് എന്തും കഴിക്കട്ടെ. കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ലൈറ്റ് ആയിട്ട് നിർത്തി. ഇങ്ങനെ തിരിച്ചെത്തുമ്പോൾ പരിപാടി തുടങ്ങി. ഇവിടെ ഇത്രയുള്ള യുദ്ധം നടക്കുമ്പോൾ അവന്റെ ഒരു കുട്ടിയും കോലും കളി. ഇവനൊക്കെ വിടുന്ന പോലെ തിരിച്ചെട്ടിയാൽ മതിയായിരുന്നു. ഈ കൊടുങ്കാറ്റ് വീശുന്ന ആളാണ് നമ്മുടെ കോച്ച്. രാവിലെ ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടോ തോന്നുന്നു. ഉച്ചയാകുമ്പോൾ കൊടുക്കാത്ത വിശപ്പ്. ഇവന് കുറച്ച് ഭക്തിയുള്ള കൂട്ടത്തിലാണ്. ദൈവത്തോട് എന്ന് പറഞ്ഞിട്ട് ഇവൻ കഴിക്കും. പക്ഷേ ഇവൻ അങ്ങനെയല്ല. ഭക്ഷണം കിട്ടിയ ഇവനല്ലാതാവും. ഈ ചൂടിന് കഞ്ഞി കുടിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖം. ഇത് കഴിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്റെ കാലം വേണ്ട തുടങ്ങി. ഈ ക്യൂട്ട്നെസ് ഇട്ട് മെഴുകുന്ന കുട്ടിയാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ചായക്കാരി. ഞാൻ പട്ടായി മുതലാണ്. ഇതിൽ ഞാൻ ഇവർക്ക് നല്ലൊരു ഭാവിയാണെന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുറച്ച് സെക്കൻഡ് റണ്ണേഴ്സ് ആയി. ഒരുപാട് കഴിയുമ്പോൾ 1 മണി കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കപ്പിൽ യാത്ര ചെയ്യും. അങ്ങനെ തപ്പി ഏതൊരു അറബി സുൽത്താന്റെ കൊട്ടാരത്തിലെത്തി. ഇവര് പണ്ടത്തെ ഫ്രണ്ട്സ് ആയിരിക്കും. ഇതിൽ തട്ടി ഭൂതം വരില്ല, മന്തി വരും കണ്ടാ. പിന്നെ ആരെ കരിമ്പത്തോട്ടത്തേക്ക് അവസ്ഥയാണ്. എന്റെ ജീവിതത്തിൽ കഴിച്ചത് വെച്ച് ഏറ്റവും വൃത്തിയിട്ട മന്തിയായിരുന്നു അത്. എന്തോ കരിഞ്ഞു പോയ പൊരിച്ചും കഴിച്ച പോലെ ഉണ്ട്. അതൊക്കെ കഴിയുമ്പോ 2:30. ഇനി ഞാൻ പോയി ഉറങ്ങട്ടെ. അപ്പൊ ഓക്കെ ബൈ. ഫോളോ ചെയ്ത് അടുത്ത വീഡിയോ കാണാം.